ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആ ചാനൽ. ഇന്ന് നമ്മൾ ചിക്കൻ ഷവർമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ കുബൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് പഞ്ചസാര, ഡ്രൈ ഈസ്റ്റ്, ഇളം ചൂടുള്ള പാല്, മൈദ, ഉപ്പ്. ആദ്യം നമുക്ക് ബൗളിലേക്ക് പഞ്ചസാര 1 ടീസ്പൂണും ഡ്രൈ ഈസ്റ്റ് 1/2 ടീസ്പൂണും ഇളം ചൂടുള്ള പാലും ഒഴിച്ചിട്ട് കുറച്ച് സമയം മൂടി വെക്കാം. ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഈസ്റ്റൊക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു മാവ് പരുവത്തിൽ കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ഇതിൽ ചേർക്കാം. ഈ സമയത്ത് മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് കഴിഞ്ഞു. അത് കുറച്ച് എണ്ണ കൊണ്ട് കോട്ട് ചെയ്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഒരു തുണി വെച്ച് മൂടി വെക്കാം. മാവ് നന്നായി പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. മാവ് നന്നായി പൊങ്ങി വന്നതിന് ശേഷം നമുക്കതൊന്നും കൂടി ഒന്ന് കുഴയ്ക്കാം. നന്നായി കുഴച്ചതിന് ശേഷം മാവിനെ ഒരുപോലത്തെ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ച് വെച്ചതിന് ശേഷം നമുക്ക് മാവ് ഒന്നും കൂടെ ഒരു 10 മിനിറ്റ് ഒരു തുണി കൊണ്ട് മൂടി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മാവ് പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പരത്തിയാൽ മതി. പക്ഷേ അധികം കട്ടി കുറയ്ക്കരുത്. നമുക്ക് കുറച്ച് കട്ടിയുള്ള മാവാണ് വേണ്ടത്. കുബൂസിന് നമുക്കൊരു പാനിലിട്ടിട്ട് വേവിച്ചെടുക്കാം. 2 ഭാഗവും നന്നായിട്ട് വേവിക്കുക. അപ്പോൾ നമ്മുടെ കുബൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. എല്ലില്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ, കൊറിയാണ്ടർ പൗഡർ, കാശ്മീരി ചില്ലി, മിക്സഡ് ഹെർബ്സ്, കുറച്ച് വിനെഗറും ആവശ്യത്തിന് സോൾട്ടും. വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, കൊറിയാണ്ടർ ലീവ്സും ടൊമാറ്റോവും ആണ്. പിന്നെ അത് കൂടാതെ നമുക്ക് ആവശ്യമുള്ളത് മയോണൈസും കുറച്ച് ലെമൺ ജ്യൂസുമാണ്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പെപ്പറും കൊറിയാണ്ടറും കാശ്മീരി ചില്ലിയും മിക്സഡ് ഹെർബ്സും വിനെഗറും സോൾട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഒരു 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിങ്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ടും പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ലെമൺ ജ്യൂസും 2 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുബൂസിലേക്ക് ഫില്ലിംഗ് ആഡ് ചെയ്യാം. അത് നമ്മൾ 2 തരത്തിലാണ് ചെയ്യുന്നത്. ആദ്യം ഒരു കുബൂസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആവശ്യത്തിന് മയോണൈസ് ചേർക്കുക. ഫില്ലിംഗ് ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ടൈറ്റായിട്ട് റോൾ ചെയ്യാം. ആ റോള് നമുക്കൊരു ബട്ടർ പേപ്പറിൽ കവർ ചെയ്തെടുക്കാം. സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ കുബൂസ് 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് കുബൂസിൻ്റെ നടുവിലാണ് മയോണൈസ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഫില്ലിങ്ങും വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് റോൾ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഷവർമ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഡിഷാണിത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.